നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തുന്നു. ആ ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയെ തുടർന്ന് കൊച്ചിയിൽ ലാൻഡ് ചെയ്യാതെ നേരെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോരുന്നു. ഇത് പത്രവാർത്തയാകുന്നു. വലിയ ഒരു വിവാദത്തിന് വഴിതെളിക്കുന്നു. വി ഡി സതീശൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി നോക്കി നടക്കുന്ന സഖാക്കൾ ഉടൻ തന്നെ വി ഡി സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് ബഹളം വെച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു. പിണറായി വിജയന്റെ കാലത്താണ് കേരള പോലീസ് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ ഹെലികോപ്റ്റർ വാങ്ങുന്നത്. അന്ന് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളുമൊക്കെ ബഹളം വെച്ചതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോൾ അത് വാർത്തയാണ്. മാത്രമല്ല, വി ഡി സതീശൻ ആശുപത്രിയിലായ തൻ്റെ ഭാര്യ പിതാവിനെ കാണാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നാരോപിച്ച് കൈരളിയും ദേശാഭിമാനിയും രംഗത്ത് വന്നു. പിണറായി വിജയന്റെ കാലത്ത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ ബഹളം വെച്ചവർ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ സ്വന്തം ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെതിരെ മിണ്ടാതിരിക്കുന്നത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർത്തി. ചത്തുകിടന്നിരുന്ന സൈബർ സഖാക്കൾക്ക് ജീവൻ കിട്ടിയ അവസ്ഥയാണ്. മുൻ മന്ത്രി കൂടിയായ എം പി രാജേഷ് ഇങ്ങനെ എഴുതി: അത് ആകാശത്തെ ഒരു സർക്കാർ ഹെലികോപ്റ്റർ. തിരുവനന്തപുരത്തു നിന്ന് കൊച്ചിയിലേക്ക് അത് പറന്നു. ഒരു തവണയല്ല, 2 തവണ. പ്രളയ ദുരിതാശ്വാസത്തിനല്ല, ഔദ്യോഗിക ആവശ്യത്തിനല്ല, തികച്ചും പേഴ്സണൽ. ദൂർത്തെ എന്ന നെഞ്ചത്തടി എവിടെയെങ്കിലും കേട്ടോ? പ്രൈം ടൈമിൽ മടിത്തട്ടിലെ അവതാരങ്ങൾ ഇന്ന് അലറുമോ? അവർ ഇന്ന് മിക്കവാറും സൈലന്റ് മോഡിലായിരിക്കും. കാരണം കോൺഗ്രസ്സുകാരന് അടുപ്പിലുമാകാം എന്നാണത്രേ ശാസ്ത്രം. അവതാരങ്ങൾ വേണമെങ്കിൽ അടുപ്പിലെ സുഗന്ധം വർണ്ണിച്ച് വശം കെടുമായിരിക്കും. ഒപ്പം അവരുടെ സ്ഥിരം നിരീക്ഷക വിദൂഷക സദസ്സും. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആവണമായിരുന്നു. ടോപ്പ് ഗിയറിലായേനെ ധാർമ്മിക രോഷം. മാറ്റത്തിൻ്റെ ആർപ്പ് വിളിക്കിൻ കൂട്ടരെ. പുതിയുഗ കേരളത്തെ കണ്ട് കോൾമേർക്കൊള്ളിൻ മാധ്യമങ്ങളെ. പോരാളി ഷാജി എങ്ങനെ എഴുതി: പിണറായി സർക്കാർ അവയവദാന പ്രക്രിയകൾക്ക് സമയതാമസം വരാതെ ജീവനുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഹെലികോപ്റ്റർ വാങ്ങിയപ്പോൾ ഇവരൊക്കെ അതിനെ എങ്ങനെയായിരുന്നു എതിർത്തത് എന്നത് അൽഷൈമേഴ്സ് ബാധിക്കാത്തവർ ഓർക്കുക. അത് ധൂർത്തായി കണ്ടവർ ഈ യാത്രയെ എങ്ങനെ കാണുന്നതെന്നറിയാൻ ആഗ്രഹമുണ്ട്. മുടിവെട്ടാൻ ബാർബർ ഷോപ്പിലേക്ക് പോലും ഇപ്പോൾ ഹെലികോപ്റ്ററിലാണ് പോലും യാത്ര. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്നതാണോ ഇവിടെ യോജിക്കുക? സർക്കാർ ചെലവിൽ മുഖ്യമന്ത്രി ആറാടുകയാണ്. മുൻ മന്ത്രി ആർ ബിന്ദു ഇങ്ങനെ എഴുതി: സർക്കാർ ചെലവേണെ വായുമാർഗേണെ ശ്വശുര ഗൃഹ സന്ദർശനം. എന്തിനാ ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ? ഇന്നാരും ഇപ്പോൾ ചോദിക്കുന്നില്ല. കുന്നത്തുനാട്ടെ പരാജയപ്പെട്ട MLA ശ്രീനിജൻ ജയൻ ഹെലികോപ്റ്ററിൽ തൂങ്ങിയാടുന്ന ചിത്രവുമായി എഴുതി: ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ. DYFI നേതാവ് VK സനോജ്: ഹെലികോപ്റ്റർ കരാർ ഒപ്പിട്ടത് പിണറായി, ഇനി യാത്ര ചെയ്യാതിരിക്കാൻ കഴിയില്ല. അല്ല പിന്നെ. ഇങ്ങനെ പോവുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ. ഇതിനിടയിൽ മുൻ KPCC പ്രസിഡന്റും MP-യുമായ K സുധാകരൻ വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞ് വീഡിയോയും സഖാക്കൾ ക്യാപ്സ്യൂളായി ഇറക്കിയിട്ടുണ്ട്. ഇയാൾക്ക് എന്താ പ്രത്യേകത? എന്തിനാണ് ഹെലികോപ്റ്റർ? ഇതിന് മുമ്പും ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ട്. 80 ലക്ഷം രൂപ നിങ്ങൾ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ എടുത്ത് പോയിട്ടുണ്ട്. എന്ത് മെച്ചം കിട്ടി കേരളത്തിന്? എന്ത് നേട്ടം കിട്ടി കേരളത്തിന്? ഇത് പണ്ടാരോ പറയലുണ്ട്, ഇത് പിന്നെ ആരാന്റെ പണം വായി കോരി ചെലവഴിക്കുമ്പോ അവന് ദുഃഖിക്കേണ്ട കാര്യമില്ല. പണം ആരതാണോ അവരെ ദുഃഖിക്കേണ്ട കാര്യമുള്ളൂ. പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത് സതീശന്റെ നെഞ്ചത്തേക്ക് സഖാക്കൾ കുത്തിക്കൊടുക്കുന്നതാണ്. ഒരു കാര്യവുമില്ലാതെ പേരുദോഷം കേൾക്കുന്നത് VT ബൽറാമാണ്. പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പണ്ട് ആഞ്ഞടിച്ചതുകൊണ്ട് VT ബൽറാമിനെതിരെ അവർ കൂട്ടത്തോടുകൂടി രംഗത്തെത്തി. VT ബൽറാം ഇങ്ങനെയൊരു കുറിപ്പെഴുതി: സർക്കാർ വാടകയ്ക്കെടുത്ത് ഹെലികോപ്റ്റർ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകയല്ല വേണ്ടത്. നാട്ടിലെ ഔദ്യോഗിക പ്രതിപക്ഷം ഉത്തരവാദിത്ത ബോധത്തോടെ അതിനെ വിമർശനം ഉന്നയിക്കുക, സർക്കാരിനെ അക്കൗണ്ടുകളാക്കുക. കാറും ബംഗ്ലാവും പരിവാരവും ഒക്കെ അനുവദിച്ച് ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വച്ചിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ്. ഹെലികോപ്റ്റർ വിഷയത്തിൽ ഉത്തരവാദിത്വത്തോടെ വിമർശനം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കടന്നു വരട്ടെ. സർക്കാർ അതിന് മറുപടി നൽകട്ടെ. VT ബൽറാം ഒരു വിധത്തിൽ തലയൂരി എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കാം. തീർച്ചയായും മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ സമയത്തിന് വില കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ സമയം ലാഭിക്കാൻ കഴിയും എന്നത് അംഗീകരിക്കേണ്ട വാദമാണെങ്കിലും ഇക്കാര്യത്തിൽ പിണറായി വിജയനെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു വി ഡി സതീശൻ എന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് സതീശന്റെ വിശ്വാസ്യതയെ ബാധിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ഒരു ന്യായമുണ്ട്. വി ഡി സതീശൻ അമ്മായിയപ്പനെ കാണാൻ പോയതാണ്
എന്നത് ഒരു കള്ളവാദമാണെന്നാണ് പറയപ്പെടുന്നത്. വി ഡി സതീശൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ കൊച്ചിക്ക് പോയി. അവിടെ ഇറങ്ങിയതിനു ശേഷം കാറിൽ അമ്മായിപ്പനെ കാണാൻ പോകാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന തരത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹെലികോപ്റ്ററിന്റെ എക്സിസ്റ്റൻസ് ആണ്. പിണറായി സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ കാലാവധി സെപ്റ്റംബർ 18 കഴിയുന്നത്. അതിനുശേഷം അത് തുടരണമെങ്കിൽ പുതിയ സർക്കാർ അത് തുടരാൻ ശുപാർശ ചെയ്യണം. അങ്ങനെ തുടരാൻ DGP മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക തീരുമാനമെടുത്തിട്ടില്ല. പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത് പ്രതിപക്ഷം ഏറെ വിമർശിച്ച ഹെലികോപ്റ്റർ ഈ വരുന്ന സെപ്റ്റംബർ മാസം 18 ശേഷവും തുടരുകയാണെങ്കിൽ തീർച്ചയായും നഖശിഖാന്തം എതിർക്കേണ്ടതാണ്. പിണറായിയെ പരിഹസിച്ചതിൽ യാതൊരു വിശ്വാസ്യതയും വി ഡി സതീശനില്ല എന്ന് തീർപ്പ് കൽപ്പിക്കേണ്ടി വരും. അത്തരമൊരു വിവരക്കേട് വി ഡി സതീശൻ കാണിക്കില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. തൽക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ കസ്റ്റഡിയിലുള്ള ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിന് വാടക കൊടുക്കണം. ഒരു മാസത്തെ മിനിമം വാടക 80 ലക്ഷമാണ്. ഈ 80 ലക്ഷം വാടക കൂടാതെയാണ് പൈലറ്റിൻ്റെ കൂലിയും ഇതിൻ്റെ പാർക്കിംഗ് ചെലവും ഒക്കെ വേറെ കൊടുക്കേണ്ടത്. ഈ തുക ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം. എന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസം 18 വരെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇത് കൊടുത്തേ മതിയാവൂ. സർക്കാർ ഖജനാവിൽ നിന്നും എന്തായാലും പണം കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കരുത് എന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി അതുകൊണ്ടത് ഉപയോഗിച്ചതിൽ എങ്ങനെ തെറ്റു പറയാൻ കഴിയും? എന്തായാലും വാടക കൊടുക്കണം, അതിന് അധിക ചെലവ് വേറെയില്ല. അപ്പോൾ പിന്നെ സമയം ലാഭിക്കാൻ കഴിയുന്നതുകൊണ്ട് വി ഡി സതീശൻ ഉപയോഗിച്ചതിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഈ വിമർശകർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. 10-20 കോടി കൊടുത്താൽ ഒരു ഹെലികോപ്റ്റർ കിട്ടുമായിരിക്കവേ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ കമ്പനിയിൽ നിന്നും എന്തിനു വേണ്ടിയാണ് കോടികൾ മുടക്കി ഇത് വാടകയ്ക്കെടുത്തത്? കഴിഞ്ഞ ദിവസം കോട്ടയംകാരനായ MD തോമസ് വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചപ്പോൾ സർക്കാർ കൊടുത്ത ഉത്തരവിൽ പറയുന്നത് 48 കോടി 40 ലക്ഷം രൂപ ഈ ഹെലികോപ്റ്ററിന് വേണ്ടി ഇതുവരെ ചെലവാക്കിയതാണ്. എന്ന് വെച്ചാൽ കുറഞ്ഞത് എല്ലാ സൗകര്യങ്ങളുമുള്ള 2 ഹെലികോപ്റ്ററുകൾ ഈ തുക കൊണ്ട് വാങ്ങാമായിരുന്നു. ഇതിൻ്റെ ഇനം തിരിച്ചുള്ള കണക്ക് പുറത്തു വരുന്നുണ്ട്. 2019-20 വർഷം 18 കോടി 20 ലക്ഷത്തി 12,648 രൂപയാണ് ചെലവാക്കിയത്. എന്ന് വെച്ചാൽ ഒരു മാസം കൊടുക്കേണ്ട 80 ലക്ഷം വാടക അത് ഒരു വർഷമായാൽ 8 കോടിയാവത്തുള്ളൂ. എന്നാൽ 18 കോടി 10 കോടി കൂടി അധികം കൊടുത്തു. 2021-22 4 കോടി 12 ലക്ഷത്തി 50,119 രൂപ. എന്ന് വെച്ചാൽ ഉപയോഗിക്കേണ്ടത് പോലും ഉപയോഗിച്ചില്ല, പക്ഷേ പണം കൊടുത്തു. 2022-23 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ല. 23-24 3 കോടി 20 ലക്ഷം രൂപ. 24-25 12 കോടി 83 ലക്ഷത്തി 79,409 രൂപ. 25-26 8 ലക്ഷം രൂപ. ഇനി ഈ വകയിൽ 2 കോടി 40 ലക്ഷം രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട്. 48 കോടി 76 ലക്ഷത്തി 42,718 രൂപ. ഏതാണ്ട് 50 കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ആ ഹെലികോപ്റ്റർ വെറുതെ ഇട്ടാലും വാടക കൊടുക്കണം. അത് വി ഡി സതീശൻ ഉപയോഗിച്ചപ്പോൾ പിണറായി ചെയ്ത പാവമെല്ലാം വി ഡി സതീശന് തലയിൽ വയ്ക്കാം എന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. മുതിർന്ന മാധ്യമ പ്രവർത്തകനായ KA ഷാജി ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്ന കുറിപ്പ് ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള തൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തിയതിനെ ചൊല്ലി വലിയ വിവാദം ഉയരുന്നത് ശ്രദ്ധിച്ചു. വിഷയം എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ ലഭ്യമായ രേഖകളും വിവരങ്ങളും പരിശോധിച്ചു. അവയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിലേതെങ്കിലും വസ്തുത തെറ്റാണെങ്കിൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുത്തണമെന്ന് അറിവുള്ളവരോട് അഭ്യർത്ഥിക്കുന്നു. ഈ യാത്രയ്ക്കായി ഉപയോഗിച്ച ഹെലികോപ്റ്റർ ഇപ്പോഴത്തെ സർക്കാർ പ്രത്യേക വാടകയ്ക്കെടുത്തതല്ല. മുൻ LDF സർക്കാരാണ് ഈ ഹെലികോപ്റ്റർ ലീസിനെടുക്കാൻ തീരുമാനിക്കുകയും കരാറിന് അംഗീകാരം നൽകുകയും ചെയ്തത്. ചിപ്സൺ ഏവിയേഷൻസ് നൽകുന്ന ഹെലികോപ്റ്റർ 2023 സെപ്റ്റംബർ 20 മുതൽ കരാർ പ്രകാരം കേരള സർക്കാരിൻ്റെ സേവനത്തിലുണ്ട്. ഈ കരാർ അനുസരിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പ്രതിമാസം 80 ലക്ഷം രൂപ സർക്കാർ നിശ്ചിത ലീസ് വാടകയായി നൽകണം. ആ തുക പ്രതിമാസം 25 മണിക്കൂർ വരെ പറക്കാനുള്ള ചെലവും ഉൾപ്പെടുന്നു. നിലവിൽ കാലാവധി മാസം അവസാനിക്കേണ്ടിയിരിക്കുകയാണ്. ഔദ്യോഗിക രേഖകൾ പ്രകാരം ഈ കരാറിൻ്റെ ഭാഗമായി ഹെലികോപ്റ്റർ ലീസിന് കേരള സർക്കാർ ഇതിനകം 46 കോടി 36 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി കൊച്ചി യാത്രയ്ക്കായി പുതിയൊരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയോ നിലവിലുള്ള കരാറിന് പുറമെ അധിക ലീസ് ചെലവ് വഹിക്കുകയോ ചെയ്തിട്ടില്ല. പ്രതിമാസ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന 25 മണിക്കൂർ പരിധി കഴിഞ്ഞാൽ മാത്രമേ അധിക ചെലവുണ്ടാവൂ. വ്യക്തിപരമായി പറഞ്ഞാൽ ഈ കരാർ പുതുക്കാനുള്ള സതീശൻ സർക്കാരിൻ്റെ ഏതൊരു നീക്കത്തെയും ഞാൻ എതിർക്കും. പ്രതിമാസം 80 ലക്ഷം രൂപ മുടക്കി ഒരു ഹെലികോപ്റ്റർ ലീസിനെടുക്കുന്നത് പൊതുപണം ചെലവഴിക്കുന്നതിലെ യുക്തിസഹമായ തീരുമാനമാണോ എന്ന വിഷയത്തിൽ കേരളത്തിൽ ഗൗരവമായ പൊതുചർച്ച അനിവാര്യമാണ്. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇപ്പോഴത്തെ വിവാദം ഒടുവിൽ വി ഡി സതീശനേക്കാൾ രാഷ്ട്രീയമായി കൂടുതൽ തിരിച്ചടിയാകാൻ സാധ്യത പിണറായി വിജയനാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കരാർ ആരാണ് ഒപ്പുവെച്ചത്, എന്തെല്ലാം വ്യവസ്ഥകളോടെ ആയിരുന്നു അത്,
നികുതി പണത്തിൽ നിന്ന് ഇതിനകം എത്ര തുക ഇതിനെ ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി വിശദീകരിച്ചാൽ വിവാദത്തിന്റെ രാഷ്ട്രീയ ദിശ തന്നെ മാറാൻ ഇടയുണ്ട്. ഷാജി പറഞ്ഞതുപോലെ CPM സൈബർ സഖാക്കൾ ഇപ്പോൾ തൊടുത്തുവിടുന്ന അമ്പല്ല ചെന്ന് തറയ്ക്കുന്നത് പിണറായിയുടെ ആസനത്തിൽ തന്നെയാണ്. ഇതും അടുത്ത ബുധനാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ പിണറായിയുടെ പൃഷ്ഠത്തിലേക്ക് VD സതീശൻ തിരിച്ചുവിടാതിരിക്കില്ല.